ഇപ്പോൾ ബാഹുല് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറുമാണ് റൈറ്ററുമാണ്. ഈ ഒരു കോംബോ അങ്ങനെ അധികം കേട്ടിട്ടില്ല. മേ ബി എഡിറ്റർ ഡയറക്ടർ കോമ്പോസ് ഉണ്ടായിട്ടുണ്ട്, സിനിമാറ്റോഗ്രാഫർ ഡയറക്ടർ കോമ്പോസ് ഉണ്ട്. പക്ഷേ ഒരു റൈറ്റർ സിനിമാറ്റോഗ്രാഫർ കോമ്പോ എന്നുള്ളത് വളരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ബാലേന്ദ്ര മേനോനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇങ്ങനെ ഒരു കോംബോ അതെ അപൂർവമാണ്. എങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്? ഒരു ഇതിനു മുമ്പ് സിനിമാറ്റോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം, ഒരു ഫസ്റ്റ് സ്ക്രിപ്റ്റ് അല്ലേ? അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സ്? മാത്രമല്ല എങ്ങനെയാണ് സിനിമാറ്റോഗ്രാഫർ റൈറ്റർ കോംബോയിൽ എത്തിയത്? എഴുതാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ തന്നെ സിനിമയിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ എന്ത് ഡെസിഗ്നേഷൻ, ഏത് ഫീൽഡിൽ ആയിരിക്കണം എന്നുള്ളതിൽ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ആയിട്ടായാലും സിനിമയുടെ ഒരു പാട്ടായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. എഴുതാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എഴുത്ത് ഒരു പ്രോപ്പർ ജോലിയായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ. കാരണം ഇതൊരു വലിയ ഗാമ്പിളാണ്. നമ്മൾ എഴുതുന്നത് വർക്ക് ആവണമെന്നില്ല, വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് സിനിമയാവുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ മാത്രം നമ്പിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റിസ്ക് ആണെന്ന് തോന്നിയത് കൊണ്ട് കോളേജൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ടെക്നിക്കൽ കൈത്തൊഴിൽ ചെയ്ത് പോയി ലൈഫൊന്ന് ഒരു രീതിയിലൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാനുള്ള ശ്രമങ്ങൾ പാരലലി നടത്തി നോക്കാം. എന്നിട്ട് എന്നെങ്കിലും ഒന്നെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി ഒരു തോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് സിനിമാറ്റോഗ്രഫിയിലേക്ക് വന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഈ പറഞ്ഞ മാതിരി വേറെ ഒന്നും ചിന്തിക്കാനില്ല, വേറെ ഒന്നും ആലോചിക്കാനില്ല, വേറെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചൊന്നും ആലോചിക്കാനില്ല. എല്ലാവരും പോസ്റ്റാണ്, ഞാനും പോസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ വെറുതെ ടൈം പാസിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ആക്കാൻ എന്നുള്ള ആഗ്രഹത്തിൽ പോലും അല്ല, വെറുതെ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു എക്സസൈസ് പോലെ ചെയ്യില്ല, അങ്ങനെ വെറുതെ ഒന്ന് എഴുതി നോക്കിയാണ്. കംപ്ലീറ്റ് ആവുമെന്ന് പോലും അറിയില്ല, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അത് പുറത്തൊരാൾക്ക് വായിക്കാൻ കൊടുക്കാനുള്ള പരുവത്തിലായി കിട്ടുവാണെങ്കിൽ ആർക്കെങ്കിലും വായിക്കാനും കൊടുക്കാം, അത്രയൊക്കെ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ്